ഹലോ, അസ്സലാമു അലൈക്കും. ഒരു ദിവസം നമുക്ക് ഇഫ്താറിന് അറബിക് ഡിഷ് ആക്കാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സ്നാക്സ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എണ്ണ പൊരിച്ചു കോരുവും വേണ്ട. മിനി ഷവർമ നമ്മൾ കുഞ്ഞി കുബൂസ് കണ്ട കുഞ്ഞ കുബൂസ് ഉണ്ടാക്കി കറക്റ്റ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഉള്ളിലൊക്കെ കണ്ടോ, അടിപൊളി മിനി കുബൂസ് ഉണ്ടാക്കിയിട്ട് ഷവർമന്റെ ഫില്ലിങ് ഉണ്ടാക്കി ഫില്ല് ചെയ്താണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങൾ ഉണ്ടാക്കിയാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഫില്ലിംഗ് ഒക്കെ വേണേ നമ്മൾ നേരത്തെ ചെയ്ത് വെക്കുകയും ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ പണി ഈസിയായി. കുബൂസും രാവിലെ ഒക്കെ ഉണ്ടാക്കി വെക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയാ ചെയ്യാൻ നോക്കാം. കുബൂസിന്റെ മാവ് അങ്ങ് ഉണ്ടാക്കിയേക്കാം, കുഴച്ചേക്കാം. അപ്പൊ മാവ് കുഴയ്ക്കാന് നമുക്ക് ആദ്യം ഒന്ന് ഈസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. കുറച്ച് ഇളം ചൂടുള്ള വെള്ളത്തിൽ. ഞാൻ എടുത്തത് 1.5 കപ്പ് മൈദയും 3/4 കപ്പ് ഗോതമ്പ് പൊടിയും ആട്ടപ്പൊടിയുമാണ്. ഇങ്ങനെ രണ്ടും കൂടി ചേർന്ന് 2.25 കപ്പ്. മൈദ മാത്രം എടുക്കുമ്പോൾ ഒരു വലിവ് പോലെ ഉണ്ടാവും. അപ്പൊ അതില്ലാതിരിക്കാനാണ് ഞാൻ പകുതി ഗോതമ്പ് പൊടി എടുത്തത് കേട്ടോ. അപ്പൊ അതാ ഈ 2.25 കപ്പ് പൊടിക്കുള്ള അളവാണ്. അപ്പൊ അതാ 3/4 ടീസ്പൂണ് നമ്മളെ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഞാൻ എടുത്തത്. ഇനി നോർമൽ കുറച്ചുകൂടി വലിയ തരിയുള്ള ഈസ്റ്റ് ആണെങ്കിൽ ഇതിന്റെ ഡബിൾ എടുക്കണം കേട്ടോ. 1.5 ടീസ്പൂൺ എടുക്കണേ. ഈസ്റ്റിന്റെ കൂടെ തന്നെ ഇതാ ഞാനൊരു 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കേ. ഇനി ഇതാ ഈ 2.25 കപ്പ് പൊടിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഇളം ചൂട് എന്നുവെച്ചാൽ കൈയൊക്കെ ഇട്ടാല് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ചൂടുള്ള വാമ്പാട്ടർ അത് 3/4 കപ്പാണ് എടുത്തത്. അപ്പൊ അത് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കേ. നമുക്ക് പഞ്ചസാര ഈസ്റ്റും വെള്ളവും ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റിന് എന്താ അടച്ചു വെക്കുന്നുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് 10-15 മിനിറ്റ് ആ സമയമാകുമ്പോഴേക്കും നമ്മളെ ഈസ്റ്റ് പൊങ്ങി വരും. ഇതാ നമ്മളെ ഈസ്റ്റ് ഒക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് നമ്മളെ മാവ് കുഴച്ചെടുക്കാം. ഇനി ഇതാ നമുക്ക് പൊടിയൊക്കെ ഇട്ട് കുഴയ്ക്കാൻ പറ്റിയ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കട്ടെ. അതേപോലെ ഇതാ 3/4 കപ്പാണ് മൈദന്റെ പകുതി ഗോതമ്പ് പൊടിയെ. ചിലര് ഗോതമ്പ് പൊടിക്ക് പകരം ഇത് എടുക്കും കേട്ടോ. നമ്മളെ റവ അല്ലേ, റവയും ചേർക്കുന്നവരുണ്ട്. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ. കുറച്ച് മതി, അധികം ഉപ്പ് ഉണ്ടാവാറില്ല. ഇനി ഇതാ ഒലീവ് ഓയിലാണ്. ഒരു 1.5 ടേബിൾ സ്പൂണ് ഒലീവ് ഓയിൽ ഒഴിച്ചെടുക്കുക ഉപ്പിട്ടിട്ട് ശേഷം. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഉപ്പും ഒലീവ് ഓയിലും ഈ മൈദയും ഗോതമ്പ് പൊടിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ഈസ്റ്റിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഇതാദ്യം നമുക്ക് ഇതെല്ലാം ഒന്നിച്ച് കൈവച്ചിട്ട് ഒന്ന് കൂട്ടിയെടുക്കാം. എന്നിട്ടൊരു കൗണ്ടർ ടോപ്പിലോ കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇത്തിരി പൊടി ചേർത്തിട്ട്, അല്ലെ ഒലിവ് ഓയിൽ ഇത്തിരി വേണേൽ അത് ചേർത്തിട്ട് നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. ഇതുണ്ടോ, നന്നായിട്ട് കുഴച്ചെടുത്ത് നമ്മളെ ചപ്പാത്തിൻ്റെയൊക്കെ നെക്സ്റ്റ് സ്റ്റേജ് ഇത്തിരി കൂടി ഒരു അയവുള്ള മാവായിരിക്കും കേട്ടോ. പക്ഷേ കണ്ടോ, ഒട്ടേല കൈ ആ രൂപത്തിൽ വരെ കുഴച്ചെടുക്കണേ. ആദ്യം നമുക്ക് തോന്നും ഭയങ്കര കുറച്ച് ലൂസാണല്ലോ എന്നൊക്കെ. ഇത് ഇത്തിരി പൊടിയും വേണേ കൈമേൽ ഇത്തിരി ഒലീവ് ഓയിലൊക്കെ അല്ലെ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കണ്ടത് ഇപ്പോൾ ഒന്നും തീരെ കയ്യിലൊട്ടുന്നില്ല. കണ്ടോ, ഈ കുഴക്കുന്നിടത്തിലാണ് നമ്മളെ കുബൂസ് റെഡിയാവുന്നത്. ഇനി നമ്മളിത് പൊങ്ങാൻ ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം. ഇത് ഡബിൾ സൈസ് ആവുന്നത് വരെ വെക്കണം. അപ്പൊ ഞാൻ ഡ്രൈ ആയി പോവാതിരിക്കാൻ നമുക്ക് ഇത്തിരി മേലെ ഓയിൽ ആക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് ഇത്തിരി ആക്കി കൊടുക്കാം, അടിഭാഗത്തും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കണേ. ആദ്യം ഞാൻ ഒരു കോട്ടൺ തുണി കൊണ്ടിട്ടിട്ട് പിന്നെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അങ്ങ് അടച്ചു. ഇത് 2 മണിക്കൂർ ഇവിടെ നിൽക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ഫില്ലിങ് ഉണ്ടാക്കാം. അതായത് നമ്മളെ മിനി ഷവർമന്റെ ഫില്ലിങ് നമ്മളിപ്പോ കുബൂസിന് വേണ്ടിയിട്ട് കുഴച്ച് വെച്ചല്ലോ. ഇനിയിപ്പോ ഞാനൊരു 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കന് എല്ലില്ലാതെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താണേ. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്താണ്. നമ്മള് ഫജീത്ത ചിക്കൻ ഷവർമ കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ഫജീത്ത മസാല ഉണ്ടാക്കണം. അതിനിതാ ഞാനൊരു 1/2 ടീസ്പൂണ് കുരുമുളക്, 1/2 ടീസ്പൂണ് നമ്മളെ വറ്റൽമുളക് ചതക്കിയത്, 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, ഒരു 3/4 ടീസ്പൂണ് ഒറിഗാനോ, പിന്നെ ഒരു 3 ചുള വലിയ വെളുത്തുള്ളിയും, 1/2 ടീസ്പൂൺ ഉപ്പുണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂണ് നമ്മളെ ലെമൺ ജ്യൂസും. ഇതെല്ലാം കൂടി ഞാനൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരെ മിക്സിന്റെ ഗ്രൈൻഡ് ചെയ്യുന്ന ജാറിലിട്ടിട്ട് ഞാൻ നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളേ. ഇനി നമ്മളിത് ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം. ഒറിഗാനോ എടുത്തില്ലെങ്കിൽ
അറബിക് മസാല ഒരു 3/4 ടീസ്പൂൺ ഇട്ടാലും മതി. അതാകുമ്പോൾ വേറൊരു ഫ്ലേവർ, അറബിക് ഫ്ലേവർ വരെ, അത് നല്ല ടേസ്റ്റാണ്. ഇതാ നമ്മളെ ചിക്കനിലേക്ക് ഇത് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കും. ഇതാ നന്നായിട്ട് ചിക്കനിലൊക്കെ പുരട്ടി കൊടുത്ത് നമുക്കിതൊരു അരമണിക്കൂർ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇനി ഇതാ ഞാനൊരു അടി കട്ടിയുള്ള ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലൊരു 1.5 ടേബിൾ സ്പൂണ് ഒലീവ് ഓയിലും ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ഇതിലിട്ടിട്ട് 2 ഭാഗവും നന്നായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം, തവ ഗ്രില്ല്. അപ്പൊ ഇതാ നമ്മൾ ഒലീവ് ഓയിൽ ചൂടായി വരുന്നുണ്ട്. അപ്പൊ ഇതാ ഞാൻ ചിക്കൻ ഇട്ടെടുക്കട്ടെ. ഇതാ ഇടുമ്പോ നല്ല ചൂടിൽ വെക്കുക, ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഇനി ഇതാ ഞാൻ ഒന്ന് തിരിച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഇനി ഒന്ന് അടിച്ചു വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇത് നമ്മളെ ചിക്കൻ വേവിച്ചെടുക്കട്ടോ. ഇതാ നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആട്ടോ. കണ്ടോ, ഇത് ഞാൻ തുറന്ന് വെച്ചിട്ട് ഒന്ന് തീ കുറച്ചുകൂടി കൂട്ടിയിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് മൊരിച്ചെടുത്താണേ. ഇത് തന്നെ ഇപ്പൊ നല്ല ടേസ്റ്റ്. ഇത് ജസ്റ്റ് മയണൈസും വെച്ച് കുബൂസിലോ ചപ്പാത്തിലോ ഒക്കെ റോൾ ചെയ്ത് വെച്ചാൽ ഇതന്നെ മതി. അപ്പൊ ഞാൻ ഈ ചിക്കൻ ഒന്ന് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കട്ടെ. ഇതാ ഞാൻ ചിക്കനൊക്കെ അങ്ങോട്ട് മാറ്റി. ഇത് കുറച്ച് പച്ചക്കറി ഒന്ന് നമുക്ക് ഇതിന്റെ കൂടെ ഇടാൻ വഴറ്റിയെടുക്കാം. അപ്പൊ ഇതാ ഞാൻ ഒരു തിരിയൂടി ഒലീവ് ഓയിൽ പാനിലേക്കാണ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഞാനിവിടെ കുറച്ചുള്ളി, ഒരു സവാള, ഒരു ചെറിയ സവാളന്റെ പകുതിയുള്ളൂ. അതേപോലെ ഓരോ ചെറിയ ക്യാപ്സിക്കത്തിന്റെ പകുതിയുള്ളൂ കേട്ടോ. ഒരു പച്ചണ്ട്, ഒരു മഞ്ഞണ്ട്, ഒരു ചുവപ്പുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ഈ ഓയിലിലേക്ക് ഉള്ളി ഒന്നിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതാ നമ്മുടെ ഉള്ളിയില്ലേ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ 3 കളർ ക്യാപ്സിക്കവും ചേർത്തെടുക്കാം. എന്നിട്ട് നമുക്ക് വഴറ്റിയെടുക്കേ. ഇതാ നമ്മളെ ക്യാപ്സിക്കൊക്കെ ഒന്ന് വഴന്നുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ലൈൻ അത് ഇതിൻ്റെ കൂടെ തന്നെ ഒന്നുകൂടി ചേർത്തെടുക്കട്ടെ. ഇതൊക്കെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യും. ഇതാ നമ്മുടെ പച്ചക്കറികളും ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി ഒരു 1/4 ടീസ്പൂണ് ലെമൺ ജ്യൂസ് കൂടി ഇത്തിരി ഒന്ന് ഒഴിച്ചെടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാ നമ്മളെ ഫില്ലിങ്ങിനുള്ള ചിക്കൻ ഫജീത്ത ഇവിടെ റെഡിയായേ. ഇതാ നമ്മുടെ നേരത്തെ കുഴച്ച് വെച്ച് കണ്ടോ, പുന്തിയ പാത്രം നിറയെ വന്നുണ്ട്. 2 മണിക്കൂറായപ്പോഴേക്കും. ഡബിൾ സൈസ് ഒന്നല്ല, ട്രിപ്പിളൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ടേ ഒന്നുകൂടെ ഒന്ന് കുഴക്കേ. വേണേ ഇതാ ഞാൻ ഇതിന്റെ മേലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതാ ഞാൻ നന്നായിട്ട് ഒന്നുകൂടി കുഴച്ച്, വേണേ ഇത്തിരി പൊടി കൂട്ടാം, കുഴച്ച് ഒരു ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 2ആയിട്ട് ഇതിന്റെ നടുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, 2 എണ്ണായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്ന് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കും പോലെ. ഇതാ കണ്ടോ, ഞാൻ ഒന്നുകൂടി കുഴച്ചെടുത്തേ ആ ഒരു പകുതി. ഇനി ഇതാ ഞാൻ കുറച്ച് പൊടി ഇട്ടിട്ട് ഇതാ ഒന്ന് കൈകൊണ്ട് ആദ്യം ഒന്നിങ്ങനെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ പരത്താം. അപ്പോൾ ഇതാ ഒന്ന് എല്ലാ ഭാഗവും ഒരു ബോണാക്കി കൈ കൊണ്ട് എടുത്തിട്ട് ഇനി ഇത് നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം കേട്ടോ. ഇതാ ഈ ഒരു രൂപത്തിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയിലാട്ടോ, കണ്ടോ, ചപ്പാത്തി പോലെ അല്ല പരത്തിയത്. ഇനി നിങ്ങൾക്കിത് ചെറിയ ചെറിയ നമ്മളിപ്പോൾ മിനി കുബൂസ് ഉണ്ടാക്കുന്നത്, ഇത് ചെറിയ ചെറിയ ഭൂരി പോലെ പരത്തിയെടുക്കുകയും ചെയ്യട്ടോ, ഓരോന്നോരോന്ന്. അപ്പൊ ഇതാണല്ലോ നമുക്ക് ഈസി. ഇനിയിപ്പോൾ ഇതാ ഇത് കണ്ടോ, ഇതുപോലെ ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പാത്രത്തിന്റെ മൂടിയോ കുപ്പിയുടെ മൂടിയോ ഒക്കെ എടുക്കാം. ഇനി ഇതാ ഞാൻ ഈ ഗ്ലാസ് കൊണ്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണേ. കണ്ടോ, ഇതുപോലെ ചെറിയ ചെറിയ മിനി കുബൂസ് ഉണ്ടാക്കാം നമുക്ക്. ഇതുണ്ടോ, ഇതുപോലെ കെട്ടിൻ്റെ ഇതാ ഇത് കണ്ടോ, ചെറിയ കുബൂസാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് 10 എണ്ണം കിട്ടേണ്ട ഇതില്ലെന്ന്. ഇത് നമ്മൾ പെട്ടെന്ന് കൈ ഓരോന്നോരോന്ന് പരത്തി നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് കയ്യെ. അപ്പൊ ഞാൻ ഇതങ്ങ് മാറ്റിക്കളയട്ടെ. ഇത് ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടി കുഴച്ച് പരത്തിയെടുത്താൽ വീണ്ടും കിട്ടും കേട്ടോ. ഇനി ഞാൻ ഇതില്ലേ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ചെറിയ കുബൂസ് ഒരു ട്രേയിലേക്ക് വെക്കുകയാണേ. ബാക്കി കൂടി പരത്തണല്ലോ. അപ്പൊ ഇതാ ഇതിങ്ങനെ തുറന്ന് വെച്ചാൽ ഒരു ഉറപ്പായിട്ട് പോവും. അപ്പൊ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഒരു കോട്ടൺ തുണി ഇട്ട് മൂടി കൊടുക്കാം കേട്ടോ. ഇതാ ഇതുപോലെ ഞാനൊന്ന് കവർ ചെയ്തിടട്ടെ. എന്നിട്ട് നമുക്ക് ഇതൊരു 30 മിനിറ്റ് ഇതുപോലെ കവർ ചെയ്തിടണം. ഇതാ ഞാൻ മൊത്തം പരത്തി തുണീൻ്റെ അടിയിലേക്ക് ഇട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 2 ലെയറായിട്ടാണ് വെച്ച് കേട്ടോ. അടിയിൽ ആദ്യം ഇട്ട് പിന്നെ ഒരു ബട്ടർ പേപ്പർ, നിങ്ങൾ ഒരു കോട്ടൺ തുണി ഇട്ടാലും മതി. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ എൻ്റെ മേലെ ഇട്ടുണ്ട്. ഇതാ മൊത്തത്തിലൊരു 40 എണ്ണം ഉണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെറുതല്ലേ, 40 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇത് പരത്തി കഴിഞ്ഞിട്ട് ഒരു 1/2 മണിക്കൂർ വെക്കണം.
അപ്പൊ അത് ഒന്നുകൂടി ഡബിൾ സൈസ് ആവും നമ്മൾ പരത്തിയെന്ന്. എന്നിട്ടാണ് നമ്മൾ ചുട്ടെടുക്കുന്നത് കേട്ടോ. ഇനി നമ്മളെ കുബൂസ് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മളെ ചപ്പാത്തി ഒക്കെ ചൂടുന്ന തവ വെച്ചിട്ടുണ്ട്. തവ നല്ലോണം ചൂടായി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുണ്ട്. ഇനി ഇതാ കണ്ടോ കുബൂസ് ഓരോന്ന് ഇട്ടെടുക്കുക. ഇട്ടിട്ട് ഇതാ പൊന്തി വന്ന് തുടങ്ങിയിട്ടുണ്ട്. പൊന്തി വരുമ്പോ നമ്മള് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. കണ്ടോ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടുമ്പോഴേക്ക് തന്നെ ബബിള് പോലെ പൊന്തും. ആ സമയത്ത് ഇത് തിരിച്ച് ഇട്ട് കൊടുക്കണേ. ഇനി സ്പേസ് ഉണ്ടായിരുന്നു പക്ഷെ പൊന്തി തുടങ്ങി. ഇതാ ഞാൻ മറിച്ചിട്ട് കൊടുത്ത് ഇത് കണ്ടോ എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തി ഒക്കെ ചുടും പോലെ തന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പം ചെറിയ ബബിൾസ് വരാൻ തുടങ്ങും. അപ്പം മറിച്ചിടുക. അപ്പൊ പിന്നെ മറിച്ചിടുമ്പോൾ കംപ്ലീറ്റ് ഒന്ന് പൊന്തി വരും. പൊന്തി വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി മറിച്ചിടുക. അപ്പൊ എന്നിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുക. ഇത്രേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. അപ്പൊ ഇതാ നമ്മളെല്ലാം ഇവിടെ റെഡിയാണ്. മിനി കുബൂസ് ഉണ്ട്. പിന്നെ അതാ ഞാൻ കുറച്ച് ഷവർമ സോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, തഹീന, തൈര്, കുറച്ച് മയണൈസ്, കുറച്ച് ലെമൺ ജ്യൂസ്, ഇത്തിരി പെപ്പർ പൗഡർ, ഉപ്പ് ഇത്രയും ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചാണ്. പിന്നെ അതേപോലെ ഇതാ കുറച്ച് ലെറ്റ്യൂസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചിക്കനിൽ കൂടി മിക്സ് ചെയ്യുന്നില്ല, സെപ്പറേറ്റ് ചെയ്യാൻ മിക്സ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ചിക്കൻ ഇതാ ഇവിടെ ഞാൻ നേരത്തെ ഒന്നുകൂടി ഒന്ന് ചെറിയ ചെറിയ പീസാക്കിക്കാനുണ്ട്. ഒന്നൊന്ന് നുറുക്കിക്കാനുണ്ട് കത്തി ഉപയോഗിച്ചിട്ട്. ഇതിൽ വേണമെങ്കിൽ ഈ ലെറ്റ്യൂസ് മിക്സ് ചെയ്യാം, സെപ്പറേറ്റ് നമ്മള് കുബൂസിൽ ഫില്ല് ചെയ്യുകയും ചെയ്യാം. രണ്ടും ചെയ്യാം കേട്ടോ. ആദ്യം നമുക്കൊരു ഒരു ടീസ്പൂണിൽ കുറച്ചെടുത്തിട്ട് ഇതാ നമ്മളെ ഷവർമ സോസ് ഒന്നൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ ഒരു സ്പൂൺ നമ്മളെ ചിക്കന്റെ മിക്സ് ഇതിലേക്ക് വെച്ചെടുക്കുക. എത്രയാണോ വേണ്ടത് അത്ര വെച്ചു കൊടുക്കുക. അതാ ഇത് ഫില്ലാവുന്നവരെ. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഇതാ ഒരു നുള്ള് നമ്മളെ ലെറ്റ്യൂസ്. ഇപ്പൊ എന്ത് വേണമെങ്കിൽ മല്ലിയില, ലെറ്റ്യൂസ് കിട്ടിയില്ല അപ്പൊ മല്ലിയില ഇട്ടോളൂ, ഇല്ലെങ്കിൽ ഒന്നും ഇല്ലാനും ചിക്കൻ മാത്രം മതി. ഇനി ഇതാ ഇതിന്റെ മേലെ 1-2 ഡ്രോപ്പ് നമ്മളെ ഷവർമ സോസ്. ഇത്രേ ഉള്ളൂ നമ്മളെ ഫജിത്ത മിനി ഷവർമ ഇവിടെ റെഡി ആട്ടോ. നമ്മൾ ഷവർമ ഉണ്ടാക്കുക ഫജിത്ത ചിക്കൻ ആയതുകൊണ്ട് ഫജിത്ത ഷവർമ എന്ന് പറയുന്നു. ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും സിമ്പിളാ. നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കട്ടെ. അപ്പൊ എല്ലാരും കണ്ടല്ലോ. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.